മഞ്ജൂസ് ഫുഡീസ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ദം ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പലർക്കും മടിയാണ്. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം മസാലയൊക്കെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന മെത്തേഡ് എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനും അതുപോലെ ഇതുവരെ ബിരിയാണി ഒന്നും ചെയ്ത് നോക്കാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഈ റെസിപ്പി ശരിക്കും കണ്ണൂർ ഭാഗത്ത് കല്യാണ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ്. അതിൽ ചെറിയ ചെറിയ രീതിയിൽ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നോർമൽ ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കഴിച്ചിട്ടുള്ളവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് എന്നൊക്കെ പറയുന്ന ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നാടൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ചെറിയ അരി എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് 1 കിലോ അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കപ്പളവ് പറയുകയാണെങ്കിൽ 5 കപ്പ് അരി. 1 കിലോ റൈസിലേക്ക് 1 കിലോ ബീഫ് എന്ന കണക്കിന് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ബോൺലെസ് ബീഫാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അതാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അപ്പം നിങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് എടുക്കുമ്പോൾ ബോണോട് കൂടിയത് എടുക്കുക, അതാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് കട്ട് ചെയ്ത് ചതച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു അളവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് 5 സവോളയാണ്, പിന്നെ 4 തക്കാളിയും. ഇത് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 2 ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 22ഓളം അല്ലിയുണ്ട്. പിന്നെ ഈ നീളത്തിൽ വരുന്ന ഇഞ്ചി, പിന്നെ 15ഓളം പച്ചമുളക്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മെയിനായിട്ട് പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു അളവിലുള്ള മുളക് എടുത്തിട്ടുള്ളത്. മുളകിൻ്റെ അളവ് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇടിക്കല്ലിൽ വെച്ചിട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയുടെ ഇല. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 കപ്പോളം ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ നേർപകുതിയോളം അളവിൽ പുതിനയുടെ ഇല, പിന്നെ ഒരു ക്യാരറ്റ്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 1/2 കപ്പ് 8 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്തെടുക്കാനുള്ളതെല്ലാം മുഴുവനായിട്ട് നെയ്യിൽ വറുത്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഞാനിപ്പം ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി 1 സ്പൂൺ നെയ്യും ബാക്കി ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യൂനട്ട് ഏതാണ്ട് മൂത്ത് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാകമായാൽ ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടതും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം കൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് 3 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ 5 സവാളയാണല്ലോ ആകെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു പകുതിയോളം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് ഒരു 2.5 സവാള നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ വേവിച്ച ആ ബീഫിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടുതൽ എമൗണ്ടിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു നുള്ള് ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇങ്ങനെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടായിരിക്കും. ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കതൊന്ന് മൊരിയിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ഇനി പുറത്തിരുന്നിട്ട് ഒന്നും കൂടി മൊരിഞ്ഞ് വരും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള എണ്ണയിൽ നിന്ന് തന്നെ മുകളിൽ നിന്ന് തെളിയായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ തന്നെ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ എല്ലാ ഒരു ഫ്ലേവർ ഈ എണ്ണയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് ടിപ്സാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് അതേ എണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2.5 സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 തക്കാളി, പിന്നെ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് നേരം മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 കപ്പ് കട്ട തൈര്. അധികം പുളിയില്ലാത്ത തൈരാണിത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ്. ഉപ്പ് എപ്പോഴും ബിരിയാണിയിൽ കുറച്ച് മുന്തി നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക, ഇതിലേക്കായിട്ടുള്ള എരിവും പുളിയും ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന്. അതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 30 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വേവുള്ള ബീഫാണ്, അതുകൊണ്ടാണ് ഞാൻ 30 മിനിറ്റ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും വേവിൽ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നോർമൽ നമ്മൾ കറിക്കൊക്കെ ബീഫ് വേവിക്കുമ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ വേവുന്ന ബീഫാണെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടി കൂടുതൽ നേരം വേവിക്കണം. കാരണം നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടണം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബീഫ് വേവിക്കാൻ വെച്ച നേരം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്യാൻ പാകത്തിനായിട്ടുള്ള ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പീസ് പട്ട, 12ഓളം ഗ്രാമ്പു, 8 ഏലക്കായ, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. അരി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അരി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബിരിയാണിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പിന്നെ മാത്രമല്ല അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വേറിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അരി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുന്നേ ഞാൻ തലശ്ശേരി നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കേണ്ടത്. തലശ്ശേരി നെയ്ച്ചോറിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 2 to 2.5 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ അല്പം മുന്തി നിൽക്കുന്ന രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അത് വെന്ത് വരുമ്പോൾ ചോറിലെല്ലാം കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് അടിയിൽ പിടിക്കും. ഏതാണ്ട് 8 to 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ പാകത്തിന് വേവായിക്കോളും. പിന്നെ ഇത് മുഴുവനായിട്ട് നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ, ഒരു 80% വേവ് മാത്രം മതി നമുക്കിപ്പോൾ. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് അരി പാകത്തിന് വേവായിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബീഫ് വെന്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്പം ചാറോട് കൂടിയിട്ടുള്ള ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ബിരിയാണിയുടെ ലാസ്റ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ദം ചെയ്യാനുള്ളതാണ് ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് എടുത്തിട്ട് ഞാൻ അതിൽ അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പാത്രം മുഴുവനും ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് ഒരു 1/4 ഭാഗം സവോള നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണം. ഈ സവോള ആ ബീഫിൽ കിടന്നിട്ട് ഒന്നും കൂടെ വെന്ത് കിട്ടും. അപ്പോൾ ആ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇതാണ് ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് മല്ലിയുടെ ഇല, 1/2 കപ്പ് പുതിനയില, പിന്നെ ഇതിന് മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് മുഴുവനായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ അമർത്തി വെച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂ നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കണം. ഇനി ബാലൻസ് ഇരിക്കുന്ന കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബാലൻസ് വന്നിരിക്കുന്ന ബാക്കിയുള്ള മല്ലിയുടെ ഇല, പുതിനയില അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ കളറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഒരു യെല്ലോയിഷ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ ഒന്ന് കലക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ദം ചെയ്യാം. ഞാനിപ്പോൾ മൈദ ഒക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡിലല്ല കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യണം. ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ട് തന്നെ വയ്ക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതങ്ങനെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു ബിരിയാണി സ്മെല്ല് ആകെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മുടെ അരിയൊക്കെ ഒന്നും കൂടി ഇരുന്നിട്ട് വെന്തിട്ടുണ്ട്.
പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കുഴയാതെ തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് മുകളിൽ നിന്ന് ഈ റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. റൈസ് മാത്രമായിട്ട് മാറ്റിയെടുക്കാം. അടിയിൽ ബീഫിൻ്റെ മസാലയെല്ലാം ഇരിക്കും, കുറച്ച് ചോറും കൂടിയിട്ട് മിക്സ് ആയിട്ടുണ്ടായിരിക്കും. നമ്മളത് സെർവിങ് ബൗളിലേക്ക് വിളമ്പുന്ന സമയത്ത് അല്പം മസാല സെൻട്രലായിട്ട് പ്ലേറ്റിൽ വെക്കുക, അതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ബിരിയാണിയുടെ ടേസ്റ്റിൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ടിപ്സിൽ ഒരു ടിപ്സും കൂടിയാണിത്. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കരുത്. ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാം. കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ആക്കിക്കോളൂ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പലരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. അത് ഓൾ എന്നത് എനേബിൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.